ഹായ്, ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷനെ കുറിച്ചാണ്. മെഡിറ്റേഷൻ നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടാവും അല്ലേ? പക്ഷേ പലരും പറയാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കാൻ സമയമില്ല, രാവിലെ ജോലി തിരക്ക് കാരണം, അല്ലെങ്കിൽ കുറച്ച് 20 മിനിറ്റ് ഇരിക്കാനേ പറ്റുന്നില്ല, ഒരു ദിവസം ഇരുന്നാലായി, ഇനിയിപ്പോൾ ഇരുന്നാലും വലിയൊരു ഗുണം ഉണ്ടാകുന്നില്ല, ഈ പറയുന്ന പോലെ നേട്ടങ്ങളൊന്നും ലഭിക്കുന്നില്ല, കുറേ ആയി മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടും അതിനും അവർക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടും അതായത് മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ ഏറെയാണ്, അതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല, വർഷങ്ങളായി ചെയ്യുന്നു. ഇങ്ങനെ പരാതിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് ആദ്യം പറയാം. നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് മെഡിറ്റേഷൻ. അതുപോലെ നമ്മുടെ മെൻ്റൽ പവർ കൂട്ടാനും ഈ ദേഷ്യം കുറച്ച് കൊണ്ടുവരാനും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നൊരു വ്യക്തിക്ക് ആയാസം കഴിയും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം മെഡിറ്റേഷൻ്റെ സയൻറ്റിഫിക് തലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞറിഞ്ഞില്ലെങ്കിലും പല വീഡിയോസിലൂടെയും ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദേഷ്യം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇൻഡ്യൂഷൻ പവർ, നമുക്ക് വേണ്ടത് മാത്രം, കാരണം എല്ലാവർക്കും ഒരേ എനർജി തന്നെയാണ്, ഒന്ന് തന്നെയാണ്, എല്ലാവരും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരാൾക്ക് ഇത്ര പ്രത്യേകത, ഇന്നൊരാൾക്ക് പ്രത്യേകത ഒന്നുമില്ല, നാം എല്ലാം ഒന്നാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ പവർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ അതിനുവേണ്ടി മെഡിറ്റേഷൻ ഒരു ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജീവിതത്തിനൊരു ഭാഗമാക്കി കഴിയുമ്പോൾ രോഗം ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണുക. അതിൽ നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ഒരു ശീലമാക്കുകയും വേണം, പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഫോക്കസ് വർദ്ധിക്കുന്നുണ്ട്, നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്, ചിന്ത കുറച്ചുകൊണ്ട് നമുക്ക് ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ഗുണങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വ്യക്തിക്ക് ഉണ്ടാകാറുണ്ട്. 1-2 ദിവസം ചെയ്തിട്ട് നിർത്തിക്കളയുകയല്ല മെഡിറ്റേഷൻ, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം മെഡിറ്റേഷന് സമാനമായ ചില ആക്ടിവിറ്റീസ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, രാവിലെ നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് 5 മണിക്കാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്, അപ്പോഴും ജോലി കഴിയുന്നില്ല എങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റ് നിങ്ങൾ ജോലികളെല്ലാം ചെയ്യുക. അതിനുശേഷം ജോലികളൊക്കെ തീർത്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫീസിൽ പോകാനുള്ള സമയം ആവും, അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം, കാരണം ഈ അരമണിക്കൂർ ബാലൻസ് ഉള്ള ഈ അരമണിക്കൂർ എടുത്തിട്ട് നിങ്ങൾ മുറ്റത്തൂടെ ചെരുപ്പിടാതെ നടക്കുക. അതായത് ഈ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റത്ത് കൂടെയല്ല, സാധാരണ ഇടവഴി കൂടെ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ ആയാലും കുഴപ്പമില്ല, ചെരുപ്പിടാതെ നടന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു ടൈപ്പ് മെഡിറ്റേഷനാണ്. കാരണം വേറൊരു ചിന്തയും നമുക്കുണ്ടാവില്ല അന്നേരം, പിറുപിറുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം നമ്മൾ മനസ്സിൽ അത് പറയുമ്പോൾ പല ചിന്തകളും വരും. അപ്പോൾ ചിന്ത കുറച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സ് തന്നെയാണ് മെഡിറ്റേഷൻ. അല്പസമയം യൂണിവേഴ്സുമായിട്ട് നമുക്കുള്ളൊരു അടുപ്പമാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഗുണങ്ങളും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി, അതായത് നമ്മൾ ബ്രെയിനിൽ അതിനനുസരിച്ചുള്ള ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അതിനുള്ള മാറ്റങ്ങളും നമ്മുടെ മനസ്സിൽ അതുപോലെ ചേഞ്ചുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം മെഡിറ്റേഷന് പകരം നിങ്ങൾ ചെയ്യുക. മെഡിറ്റേഷൻ്റെ അതേ ഫീലിങ്സാണ് ഇതിൽ ലഭിക്കുന്നത്. കാരണം ഇത് 2 കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ചതാണ്. ചെരുപ്പിടാതെ നമ്മൾ മുറ്റത്ത് കൂടെ, അല്ലെങ്കിൽ ഇടവഴിയിൽ, നമ്മളെ വീടിൻ്റെ ഇടവഴിയിൽ ചെരുപ്പിടാതെ നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണുന്ന മരങ്ങൾക്കും പക്ഷികൾക്കും പൂക്കൾക്കും ചെടികൾക്കും പ്രപഞ്ചത്തിനും ഉള്ള ദൈവം തന്നനുഗ്രഹിച്ച എല്ലാ സർവ്വചരാചരങ്ങൾക്കും റോഡിനും അങ്ങനെ എല്ലാത്തിനും നമ്മൾ നന്ദി പറയുക. നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ നടന്നാൽ മതി. കാല് നന്നായിട്ട് മണ്ണിൽ ചവിട്ടിക്കൊണ്ട്, മണ്ണിന് അതേപോലെ നടക്കാൻ കഴിയുന്നതിനുള്ള ബോഡിക്ക് ഓരോന്നിനും എണ്ണി ഓരോ ബോഡി പാർട്സിനും നന്ദി ഹൃദയത്തിൽ തട്ടി വേണം പറയാൻ. ഇതൊരു ടൈപ്പ് മെഡിറ്റേഷനാണ്. കാരണം പ്രപഞ്ചവുമായി നമ്മൾ അടുക്കുകയാണ് ശരിക്കും പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക.
അപ്പം നന്ദി പറയുന്ന സമയത്ത് ആകാശത്തിന്, നക്ഷത്രത്തിന്, ചന്ദ്രന്, സൂര്യന്, ഉദിച്ചു വരുന്ന സൂര്യന്, അതേപോലെ മരങ്ങൾക്ക്, പക്ഷികൾക്ക്, കുന്നുകൾക്ക്, കാടുകൾക്ക് എല്ലാം ഹൃദയത്തിൽ തൊട്ട വൈബ്രേഷൻ ലെവലും ഹൈ ആവും. ഓക്കെ, ഇതൊരു ടൈപ്പ് തരം മെഡിറ്റേഷനാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ, ചിലർ പറയാറുണ്ട് എനിക്ക് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് കുറേ നേരം എവിടെയെങ്കിലും ഒന്ന് ശാന്തമായി സ്വസ്ഥമായി ഇരിക്കലാണ് എന്ന് പറയാറുണ്ട്. അത് ചെയ്യാം നമുക്ക്. ആരുമില്ലാതെ സ്വസ്ഥമായി പ്രപഞ്ചത്തിലേക്കൊക്കെ നോക്കിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതൊരു ടൈപ്പ് മെഡിറ്റേഷനാണ്. മൂന്നാമത്തത്, ചിലർ പറയാറുണ്ട് പൂന്തോട്ടം, അതായത് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതും നല്ല ചെടികൾ നന്നായി വിത്തിടുന്നതും അവയെ നല്ലവണ്ണം നോക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊരു 20 മിനിറ്റ് ഒക്കെ ചെയ്യുക. എല്ലാത്തിനും സമയം വെക്കണം കേട്ടോ, കുറച്ച് സമയം നമ്മൾ എടുത്ത് വേണം ചെയ്യാൻ. ഇതും ഒരു ടൈപ്പ് മെഡിറ്റേഷൻ. അപ്പോൾ നമുക്ക് എന്തിലാണോ എൻഗേജ്മെൻറ്റ്, ശാന്തമായി സ്വസ്ഥമായി നമുക്ക് എന്തിലാണോ കോൺസെൻട്രേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്, ഇതെല്ലാം മെഡിറ്റേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഇനി സമയമില്ല എന്നാരും ഇനി പറഞ്ഞേക്കരുത് കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ കണ്ടുകൊണ്ട് ചെയ്യുക. സ്വസ്ഥമായിട്ട് ഒരു ഇടത്ത് ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കാണ് ഈ ടൂള് വളരെ ഉപയോഗം ചെയ്യുക. അല്ലാത്തവർ സാധാരണ രീതിയിൽ നമ്മൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസ്, എഫർമേഷൻസ്, പിന്നെ നമുക്ക് കിട്ടുന്ന ഫോർവേഡ് മെസ്സേജസ്, പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള അറിവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിലൊരു അംഗമായി മാറുക, ഡെയിലി പ്രാക്ടീസൊക്കെ ചെയ്യുക, ജീവിതം അടിപൊളിയാക്കി മുന്നോട്ട് പോകുക. താങ്ക് യു.